നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പ്രമുഖ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന അവർ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ മാറേണ്ടുന്ന ഒരു സാഹചര്യം. സ്ത്രീയാണെങ്കിലും ലൈംഗികപരമായിട്ടുള്ള ചൂഷണങ്ങൾക്കും മതപരമായിട്ടുള്ള ചൂഷണങ്ങൾക്കും ഇരയാകേണ്ടി വരുന്ന സാഹചര്യം. 2026 കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും ചിന്താശേഷിയും ഒക്കെ ഏറെയുള്ള ഈ സമൂഹത്തിൽ ഇത്തരമൊരു സംഭവം നടക്കും എന്നത് അത്ഭുതകരം തന്നെയാണ്. TCS കമ്പനിയുമായി പുറത്തു വരുന്ന ഓരോ റിപ്പോർട്ടുകളും അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. തൻ്റെ കമ്പനിയിൽ ചില ആളുകൾ തങ്ങളെ നിർബന്ധിതമായിട്ട് മറ്റ് മതത്തിൽ വിശ്വസിക്കാനും അവരുടെ രീതികൾ സ്വീകരിക്കാനും നിർബന്ധിക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ അത് തൻ്റെ ജോലിയെ പോലും ബാധിക്കുന്ന തരത്തിലാണ് എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു, ലൈംഗികപരമായിട്ട് കീഴ്പ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ ആ പോലീസുകാർ പോലും പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒറ്റ ചിന്തയിൽ ഒറ്റ മൈൻഡിൽ മനസ്സിലാക്കിയിരുന്നത് അത് ആ കമ്പനിയെ തകർക്കാൻ വേണ്ടി ആ പെണ്ണൊരുത്തി ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ലഭിച്ചത് ഒരു വനിതയുടെ പരാതിയാണ്. സ്വാഭാവികമായിട്ടും വനിതകൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന നമ്മുടെ രാജ്യത്ത് അന്വേഷണം എന്നത് ഏറ്റവും ഉതകുന്ന കാര്യം തന്നെയാണ്. പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വേഷം മാറിക്കൊണ്ട് ആ കമ്പനിയിൽ കയറിപ്പറ്റി അന്വേഷണം നടത്തുന്നു. ഇതോടുകൂടെ പുറത്തു വന്ന രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരു ഫോൺ കോൾ അതാണ് ആ കമ്പനിയിലെ പ്രധാനികളെ പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത്. ആരാണ് മറുവശത്തുള്ളത് എന്നത് അറിയില്ല എങ്കിൽ പോലും മതപരിവർത്തനമാണ് അവിടുത്തെ പ്രധാന ലക്ഷ്യം എന്നത് വ്യക്തമായി കഴിഞ്ഞു. ഇതൊരു പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായിട്ടും ഉയരുന്നത്. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ നിലനിൽക്കുമ്പോൾ കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്, നടപടികൾ എടുക്കുന്നുണ്ട്. അത്തരം ചില നടപടികളുടെ അപ്ഡേഷൻ കൂടെ പുറത്തു വരികയാണ്. കമ്പനിയിലെ മുതിർന്ന ജീവനക്കാർ ഉൾപ്പെടെ ലൈംഗിക പീഡന ആരോപണങ്ങളിലും മതപരിവർത്തന ശ്രമങ്ങളിലും അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ BPO സെന്ററിലെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത അപ്ഡേഷൻ. അടുത്ത അറിയിപ്പ് വരുന്നത് വരെ വർക്ക് ഫ്രം ഹോമായി വീട്ടിലിരുന്ന് ജോലി ചെയ്യണം എന്നുള്ളതാണ് ജീവനക്കാർക്ക് ഔദ്യോഗികമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ലൈംഗിക അതിക്രമ പരാതികൾക്ക് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഓഫീസ് താൽക്കാലികമായി അടച്ചിടാൻ കമ്പനിയും തീരുമാനിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ജീവനക്കാരോട് ഓഫീസിൽ വരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ 9ഓളം കേസുകളാണ് രാജ്യത്തെ പ്രമുഖ IT കമ്പനിയായ TCSന്റെ നാസിക് ശാഖയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തൊഴിലിടത്തിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന മാനസിക പീഡനങ്ങളും മതപരിവർത്തന വിവേചനങ്ങളും പുറത്തു വന്നതോടെയാണ് ഓഫീസ് താൽക്കാലികമായി അടച്ചുപൂട്ടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഡാനിഷ് തൗസിഫ്, HR എക്സിക്യൂട്ടീവ് നിദ ഖാൻ എന്നിവരടക്കം 9ഓളം പേരെ നിലവിൽ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. 2022 ഫെബ്രുവരി മുതൽ 2026 മാർച്ച് വരെ ഈ സംഭവം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. കമ്പനിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ഒരു വനിതാ ജീവനക്കാരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ലൈംഗിക ചൂഷണത്തോടൊപ്പം തന്നെ ചില ജീവനക്കാരെ പ്രത്യേക മതത്തിലേക്ക് മാറ്റാനുള്ള ഉദ്യോഗസ്ഥരുടെ നിർബന്ധവും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. മതപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും പ്രത്യേക വിശ്വാസങ്ങൾ പിന്തുടരാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു എന്നതായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ആരോപണം. HR മാനേജർ അടക്കമുള്ളവർക്കെതിരെയാണ് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള കേസ് വരികയും ചെയ്തത്. അറസ്റ്റിലായവരെ TCS സസ്പെൻഡ് ചെയ്തു. 9 വരെ പ്രതികളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ഈ സംഭവം സംഘടിതമാണ് എന്ന് തന്നെയാണ് സംശയമെന്നും നാസിക് പോലീസ് കമ്മീഷണർ സന്ദീപ് കർണിക് വ്യക്തമാക്കി കഴിഞ്ഞു. 7 പുരുഷന്മാരും 1 സ്ത്രീയും ഉൾപ്പെടെ 8 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വനിതാ പ്രതി ഒളിവിൽ കഴിയുകയാണ്. അശ്വിനി ചൈനാനി, ഡാനിഷ് ഷെയ്ഖ്, തൗസീഫ് അത്തർ, റാസ മേമൻ, ഷാരൂഖ് ഖുറേഷി, ഷാഫി ഷെയ്ഖ്, ആസിഫ് അഫ്താബ്, അൻസാർ, ഷാരൂഖ് ഷെയ്ഖ് എന്നിവരാണ് ഇത്തരത്തിൽ അറസ്റ്റിലാകപ്പെട്ടിരിക്കുന്നത്.
അറസ്റ്റിലായ പുരുഷന്മാർ ജോലി സ്ഥലത്ത് ഒരു പ്രത്യേക സംഘത്തെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് നാസിക് പോലീസ് കമ്മീഷണർ സന്ദീപ് കർണിക് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രധാനമായിട്ടും വനിതാ ജീവനക്കാരെ ലക്ഷ്യം വെച്ചാണ് ഇവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അറസ്റ്റിലായ ഈ 7 പുരുഷൻ ജീവനക്കാർക്കും മിക്ക കേസുകളിലും കൂട്ടുപ്രതികളായിട്ട് നിൽക്കേണ്ടുന്ന സാഹചര്യമാണ്. ഇവർ അത് ഒരു സംഘമായി പ്രവർത്തിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത് എന്നത് സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. പ്രതികളിൽ ചിലർ ടീം ലീഡർമാരെ പോലെയുള്ള അധികാര സ്ഥാനങ്ങൾ വഹിച്ചിരിക്കുന്നവരാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. സഹപ്രവർത്തകരെ ഉപദ്രവിക്കാൻ ഈ പദവി അവർ ദുരുപയോഗം ചെയ്തു എന്ന് കമ്മീഷണർ വ്യക്തമാക്കുന്നു. പ്രതിപട്ടികയിലുള്ള HR ഹെഡ് ആയിട്ടുള്ള ഒരു വനിത ഇതൊക്കെ സാധാരണയായി സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇരയെ പരാതി നൽകുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും പോലീസിന് വ്യക്തമായി കഴിഞ്ഞു. മതപരമായ പീഡനവുമായി ബന്ധപ്പെട്ട കേസിൽ മറ്റൊരു സ്ത്രീയെയും പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ് കമ്മീഷണർ നൽകുന്ന സൂചന. പ്രതികൾ മതപരമായിട്ടുള്ള പീഡനത്തിന് കേസെടുത്ത നിദ ഖാൻ പരാതിക്കാരെ നിരുത്സാഹപ്പെടുത്തുകയും പ്രതികളെ സഹായിക്കുകയും ചെയ്ത മുൻ HR ഹെഡ് അശ്വിനി ജൈനാനി എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. ഈ സംഘത്തിന് മറ്റു രാജ്യങ്ങളിലെ ഏതെങ്കിലും സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്നതും ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടിംഗ് ലഭിച്ചിട്ടാണോ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നതടക്കമുള്ള പരിശോധനകളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. പോലീസ് സ്റ്റേറ്റ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് SID, ഭീകരവിരുദ്ധ സേനയായിട്ടുള്ള ATS, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ടുള്ള NIA തുടങ്ങിയിട്ടുള്ള നിരവധി ഏജൻസികളുടെ സഹായത്തോടുകൂടെ ഈ കേസിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് ഇപ്പോൾ രാജ്യത്തെ പ്രധാനികൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിന് അനുസരിച്ച് മാത്രമേ എന്തെങ്കിലും നിഗമനത്തിൽ എത്താൻ കഴിയൂ എന്ന് കമ്മീഷണറും വ്യക്തമാക്കുന്നു. സംഭവത്തെക്കുറിച്ച് ആദ്യമായി പരാതി നൽകാനെത്തിയ യുവതിക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനും മടിയാണ് എന്നുള്ളത് അവർ ആരെയോ പ്രധാനമായിട്ടും ഭയക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. പോലീസിന്റെ പിന്തുണയ്ക്കും കൗൺസിലിങ്ങിനും ഒക്കെ ശേഷമാണ് അവർ കുറച്ച് കാര്യമെങ്കിലും പോലീസിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരു പരാതി എന്നതിനേക്കാൾ ഉപരി ഒരുപാട് പരാതികൾ പുറത്തേക്ക് വന്നു. ഇതോടുകൂടെ ഒന്നിലധികം FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. രാജ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ മതപരിവർത്തനങ്ങൾ പ്രധാന കേന്ദ്രങ്ങളായിട്ട് ഇത്തരത്തിൽ IT കമ്പനികൾ ിലടക്കം നടക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. മതപരിവർത്തന ശ്രമങ്ങൾക്കും മതവികാരം വ്രണപ്പെടുത്തുന്നതിനും ഒരു പുരുഷ ജീവനക്കാരൻ നൽകിയ പരാതി, സഹപ്രവർത്തകനെതിരെ ബലാത്സംഗത്തിനും മതപരമായ പീഡനത്തിനും ഒരു സ്ത്രീ നൽകിയ പരാതി, ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനത്തെക്കുറിച്ച് 4 സ്ത്രീകൾ നൽകിയ റിപ്പോർട്ടുകൾ ഇവയൊക്കെയാണ് പരാതികളായിട്ട് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. പ്രതികളിൽ പലരും മുതിർന്ന തസ്തികകളിൽ ഉള്ളവരായിരുന്നു എന്നും പരാതിക്കാർ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ് എന്നും ഉദ്യോഗസ്ഥർ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നാസിക് ഓഫീസിലെ 8 വനിതാ ജീവനക്കാരുടെ പരാതികൾ ഉൾപ്പെടെ ഈ കേസ് വലിയ IT കമ്പനികളിലെ ജോലി സ്ഥലത്തെ സുരക്ഷയെക്കുറിച്ചും പരാതി പരിഹാര സംവിധാനങ്ങളെക്കുറിച്ചും കാര്യക്ഷമതയെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കും വഴിതുറക്കമിട്ടിരിക്കുകയാണ്. ജീവനക്കാരുമായി ആശയവിനിമയം നടത്താനും പരാതികൾ പ്രോത്സാഹിപ്പിക്കാനും ഒരു വനിതാ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറെയും വനിതാ ഉദ്യോഗസ്ഥരെയും പോലീസ് ഓഫീസിൽ വിന്യസിപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നാണ് വിവരം. ഏപ്രിൽ 18-ന് TCS BPO യൂണിറ്റ് നേരിട്ട് അന്വേഷണം നടത്താൻ കമ്മീഷൻ ഒരു സമിതിയെ പ്രത്യേകമായിട്ട് നിയോഗിക്കുകയായിരുന്നു. ലൈംഗിക പീഡന ആരോപണങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകവും വേദനാജനകവുമെന്നാണ് ടാറ്റ ചെയർമാൻ N. ചന്ദ്രശേഖർ തിങ്കളാഴ്ച മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വസ്തുതകൾ കണ്ടെത്താനും ഇതിന്റെ ഉത്തരവാദികളെ തിരിച്ചറിയാനും TCS ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർ ആരതി സുബ്രഹ്മണ്യന്റെ കീഴിൽ സമഗ്ര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. നിലവിൽ 8 ജീവനക്കാർക്കെതിരെ 9 FIRകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 7 പേർ അറസ്റ്റിലാണ്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ ഇരകളോ സാക്ഷികളോ ഉണ്ട് എങ്കിൽ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നും ഉദ്യോഗസ്ഥരും പറയുന്നു. വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ട ദേശീയ വനിതാ കമ്മീഷൻ സംഭവത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ ഒരു വസ്തുതാ അന്വേഷണ സമിതിയെയും രൂപീകരിച്ചിട്ടുണ്ട്. ബോംബെ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് സാധ്ന ജാദവ്, ഹരിയാന മുൻ DGP BK സിൻഹ എന്നിവരടങ്ങുന്ന സമിതി ഏപ്രിൽ 18-ന് സംഭവസ്ഥലം സന്ദർശിക്കാനിരിക്കുകയുമാണ്. എന്തായാലും രാജ്യത്തെ നടുക്കുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് TCSുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്.